സ്റ്റുഡൻസ്. എടാ കാസ്റ്റ് അവേ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് സമ്മറി ആയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടി മിസ് വന്നിട്ടുള്ളത്. സോ എന്നാൽ വേഗം തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് വേഗം കുറച്ച് യെല്ലോ ഹാർട്സും കൂടി, മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആണ്, കുറച്ച് യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്യാം കേട്ടോ. സോ ദ കാസ്റ്റ് അവേ എന്നുള്ള സ്റ്റോറി വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? രണ്ട് ക്യാരക്ടേഴ്സ് ആണുള്ളത്, കിരണും അതുപോലെ നീലകണ്ഠയും. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ നാടുകളിലും വീടുകളിലും ഒക്കെ നടക്കുന്ന നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണല്ലോ, ഒരു കുഞ്ഞു കഥയാണിത്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നീലകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ അതുപോലെ ഇതിലെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം, നമുക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാട്ടോ ക്യാരക്ടർ സ്കെച്ചിന്റെ ഒക്കെ. ആൻഡ് ഈ ഒരു കാസ്റ്റവേയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കിടക്കുന്നുണ്ട്. മിസ് മോഡൽ എക്സാം റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണാം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിയിലേക്ക് നമുക്ക് പോയാലോ. It was a stormy hour in Chandanagar when Kiran and Sharath were having a heated argument. So Kiran, Sharath എന്നുള്ള ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ശരത്തും കിരണും. സോ ഇവര് തമ്മിൽ വീട്ടിൽ വളരെ വലിയ വാക്തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാലാവസ്ഥയൊക്കെ മൊത്തം എന്തായിട്ടാണുള്ളത്, മൊത്തം സ്റ്റോമി ആണ്, മൊത്തം കൊടുങ്കാറ്റും മഴയൊക്കെ പെയ്ത ഒരു അവസ്ഥയാണുള്ളത്. ആൻഡ് കിരൺ, who had recently recovered from a severe illness, wanted to return to her native home, but Sharath believed she needed more rest and should stay at their house. Okay, so കിരണ് ഒരു വലിയ അസുഖം, ഒരു ക്രിട്ടിക്കലി വളരെ ഇല്ലായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ശരത്തും കിരണും കിരണിന്റെ മദറിൻലോ, ഓക്കെ ശരത്തിന്റെ അമ്മയും കൂടി എന്ത് ചെയ്തതാണ്, ഇവർ വേറൊരു സ്ഥലത്ത് ഒരു റിവർ സൈഡിൽ വന്ന് താമസിക്കാൻ. അപ്പൊ കിരണിന് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹെൽത്തി ആണ്, എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ വാക്തർക്കം ഉണ്ടാവുന്നത്. പക്ഷെ ശരത്ത് വിശ്വസിച്ചിരുന്നത് അവൾ ഇനിയും റിക്കവർ ആവാനുണ്ട്, അവൾക്ക് കുറച്ചു കാലം കൂടി ഇവിടെ നിന്ന് ഭേദമായിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്നാണ് ശരത്ത് പറഞ്ഞത്. സോ ഈ രണ്ട് ആർഗ്യുമെന്റ്, ഈ രണ്ട് കാര്യത്തിന്റെ പേരിലാണ് ഇവർ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. Just then they heard a call and went outside to see a young boy in the garden, a survivor of an upturned boat in the storm. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്നും ഒരു അലർച്ച കേൾക്കുകയാണ്. അപ്പൊ അവര് പോയി നോക്കിയപ്പം ആരാണ് അവിടെ ഉള്ളത്? യെസ്, നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നീലകണ്ഠ അവിടെ നിൽക്കുകയാണ്. സോ നീലകണ്ഠ ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പിലെ സ്ലേവ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇവർ വരുന്ന സമയത്ത് ബോട്ട് സ്റ്റോം കാരണം മറഞ്ഞു പോയതാണ്. സോ അവൻ എങ്ങനെയൊക്കെയോ നീന്തി കരക്ക് കയറി രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ്. റിവർ സൈഡിലുള്ള നമ്മുടെ കിരണിന്റെയും ശരത്തിന്റെയും വീടിന്റെ മുന്നിൽ എത്തിയതാണ്. സോ നീലകണ്ഠ എന്നാണ് ആ ചെക്കന്റെ പേര്. He belonged to a theatrical group and Kiran showered him with hospitality and the boy joined their household and at first everyone was content, but in a short while Sharath and his mother began to rethink and long for his departure. So കിരണ് നീലകണ്ഠനെ വളരെ സ്നേഹത്തോടെ ആദിത്യ മര്യാദയോടുകൂടെ, എന്റെ പേര് തന്നെയാണ് ആദിത്യ, സോ ആദിത്യ മര്യാദയോടുകൂടെ അവനെ വെൽക്കം ചെയ്തു, അവന് വേണ്ട ഭക്ഷണം കൊടുത്തു, ഡ്രസ്സ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു. സോ ആ ഒരു സമയത്ത് നമ്മുടെ ശരത്തിന്റെ അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചു കാലം കൂടി കിരൺ ഇവിടെ നിന്നോളും എന്ന് വിചാരിച്ച് ഹാപ്പി ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവരെ മൈൻഡൊക്കെ മാറി. എങ്ങനെയെങ്കിലും നീലകണ്ഠയിൽ നിന്നും കിരണിനെ രക്ഷിച്ചുകൊണ്ട് വീട്ടിൽ പോയാൽ മതിയെന്നായി പിന്നീട് അവരെ ചിന്ത. ബിക്കോസ് നീലകണ്ഠ വാസ് awfully mysterious and picked all sorts of trouble and made wrong friends. The house was flipped upside down by his friendship with a village mongrel dog. But Kiran found joy in assisting the boy. അപ്പൊ നീലകണ്ഠ വളരെ കുരുത്തം കേട്ട ഒരു ചെക്കനായിരുന്നു. അവൻ എല്ലാ വള്ളിയും പിടിക്കും, നമ്മളെ ഭാഷയിൽ പറഞ്ഞു എല്ലാ വള്ളിയും പിടിക്കും. പിന്നെ അവൻ ആ ഒരു നാട്ടിലുള്ള ഒരു തെരുവ് നായുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എന്നിട്ട് ആ നായുമായിട്ട് ആ വീട്ടിൽ വന്ന് മൊത്തം മലമ്പാക്കലാണ് ആളെ പരിപാടി. ചെക്കൻ ഭയങ്കര കുസൃതിയായിരുന്നു. Kiran's attempts to instill educational values in him all failed, and Kiran was overjoyed by the presence of her brother-in-law Sadish, who came to spend the vacation with them. അപ്പൊ ആ ഒരു സമയത്ത് കിരൺ എന്ത് ചെയ്യായിരുന്നു, ഒരുപാട് പ്രാവശ്യം നമ്മുടെ നീലകണ്ഠനെ പഠിപ്പിക്കാനും എഡ്യൂക്കേഷൻ കൊടുക്കാനും ഒക്കെ നോക്കി, അതൊക്കെ ഫെയിൽഡ് ആയി. പിന്നെ നീലകണ്ഠനെ വിളിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു, അവന്റെ തിയേറ്ററിക്കൽ പെർഫോമൻസ് ഒക്കെ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് സതീഷ്, ശരത്തിന്റെ ബ്രദർ ആണ് സതീഷ് എങ്ങോട്ട് വരുന്നത്, ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്.
സോ സതീഷ് വന്നതിന് ശേഷം കിരണിന്റെ സെയിം ഏജ് ഉള്ള ആളാണ് സതീഷ്. സോ അവർ തമ്മിൽ ഭയങ്കര ബെസ്റ്റ് അല്ല ഫ്രണ്ട്സ് ആവും. ഓക്കെ, നല്ല ഫ്രണ്ട്സ് ആവും. സോ അവർ തമ്മിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് കിരൺ എന്തില്ല, യെസ് നമ്മുടെ നീലകണ്ഠനെ മൈൻഡ് ആക്കൂല. സോ ആഫ്റ്റർ സതീഷ് അറൈവൽ കിരൺ സെൽഡം ഗോട്ട് ടൈം സ്പെൻഡ് വിത്ത് നീലകണ്ഠ. സെൽഡം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ് ആണ് കേട്ടോ, കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ എന്നാണ്. ആൻഡ് മീൻ വൈൽ നീലകണ്ഠ സ്റ്റാർട്ടഡ് ബിഹേവിങ് വെരി അഗ്രസീവ്ലി. അപ്പൊ ആ സമയത്ത് നീലകണ്ഠയുടെ മനസ്സിൽ ഫ്രസ്ട്രേഷനും കുറച്ച് കുശുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ അഗ്രസീവ് ആയിട്ട് തന്നെ ദേഷ്യത്തോടെ തന്നെ പുറത്ത് കാട്ടാൻ വേണ്ടി തുടങ്ങി. ഹി വുഡ് ഹൈഡ് സതീഷ് തിങ്സ്. അല്ലെ, അവൻ എന്ത് ചെയ്യായിരുന്നു, സതീഷിന്റെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി തുടങ്ങി. സതീഷിനോട് വളരെ വെറുപ്പായ ആർക്ക്, നീലകണ്ഠയ്ക്ക്. സോ ദ ഡിസിഷൻ to return home made everyone busy packing up. Sadish was going with them. Nilakanda was asked to return to his own home. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ കിരണിന്റെ അസുഖമൊക്കെ മാറി അവള് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെഡിയാണ്. എല്ലാവരും പാക്കൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പൊ സതീഷും അവരെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ നീലകണ്ഠനോട് ആരും ചോദിക്കുന്നില്ല വരുന്നുണ്ടോന്ന്. അങ്ങനെ അവസാനം കിരൺ പോയി പറയാണ്, നീ നിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിന്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ദിസ് ലെഫ്റ്റ് നീലകണ്ഠ വിത്ത് എ ബ്ലീഡിംഗ് ഹാർട്ട്, സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ്. അപ്പൊ ഇതൊക്കെ കൂടി കേട്ടപ്പോ നമ്മളെ നീലകണ്ഠക്കാകെ ചൊറിഞ്ഞു കയറി. സതീഷിനെ ഇപ്പൊ കൈ കിട്ടിയ മോനെ കത്തിച്ച് കളയണം എന്നുള്ള മൈൻഡായി നീലകണ്ഠയ്ക്ക്. പക്ഷെ സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് വിത്ത് ഹിം, ഹിസ് ഗ്രേറ്റ് ഫേവറേറ്റ് ഫ്രം കൽക്കത്ത. അപ്പൊ സതീഷ് കൽക്കത്തയിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ക് സ്റ്റാൻഡ്, പണ്ട് കാലത്ത് ഈ മഷിയൊക്കെ വെച്ചിട്ടാണ് എഴുതുക അല്ലെ. സോ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇങ്ക് സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൽക്കത്തയിൽ നിന്ന്. So the ink pot was set on a pearl board drawn by a silver goose supporting a pen holder. So ആ ഒരു ഇൻസ്റ്റാന്റ് കാണാനുണ്ടായിരുന്നത് ഒരു പേൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബോട്ട് ഉണ്ട്. ആൻഡ് അതിൽ ഒരു സിൽവർ ഗൂസ് അതിനെ സപ്പോർട്ട് ചെയ്ത് വലിക്കുന്നത് പോലെയായിരുന്നു ആ ഒരു പെൻ ഹോൾഡർ ഉണ്ടായിരുന്നത്. സോ ദ ഡേ ബിഫോർ ദേ വർ അബൌട്ട് ടു ഡിപ്പാർട്ട് ദി ഇങ്ക് സ്റ്റാൻഡ് വാസ് മിസ്സിംഗ്. സോ അവര് തിരിച്ചു പോകുന്നതിന്റെ ദിവസം, ആ ഒരു തിരിച്ചു പോകാനായ ദിവസത്തിൽ ഒരു ദിവസം മുന്നേ ആ ഒരു ഇങ്ക് സ്റ്റാൻഡ് കാണാനില്ല. സതീഷിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇങ്ക് സ്റ്റാൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ആ ഒരു ഇങ്ക് സ്റ്റാൻഡ് കാണാനില്ല. Sadish knew who's doing this was and immediately fired on Nilakanda. And Kiran, greatly distressed with this, privately asked Nilakanda to quietly return it so no one would know. But Nilakanda started to weep. അപ്പൊ സതീഷിന് മനസ്സിലായി നീലകണ്ഠയാണ് ഈ പണി ചെയ്തത്, അവൻ കളവ് നടത്തിയതാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തും നീലകണ്ഠനെ സപ്പോർട്ട് ചെയ്യാൻ ആര് വന്നു, കിരൺ വന്നു. അപ്പൊ കിരൺ നീലകണ്ഠനോട് വളരെ മാന്യമായിട്ട് പറഞ്ഞു, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്, ആരും നിന്നെ ഒന്നും പറയില്ല. പക്ഷെ ആ സമയത്ത് നീലകണ്ഠൻ എന്താ ചെയ്തത്, വെറുതെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. Kiran's heart swelled with compassion for the poor boy. She bought 2 new suits of clothing, a pair of shoes, and a banknote as a surprise gift, and planned to place them in his box. Okay, അപ്പൊ കിരൺ അവനോട് പാവം തോന്നിയിട്ട് അവന് വേണ്ടിയിട്ടുള്ള കുറെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി, ഒരു പെയർ ഓഫ് ഷൂസ് വാങ്ങി, പൈസയൊക്കെ ചെക്ക് ബുക്ക് പോലത്തെ ഒരു ബാങ്ക് നോട്ടും വെച്ചിട്ട് അത് അവന്റെ ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് കിരൺ എന്ത് ചെയ്തു, നീലകണ്ഠന്റെ റൂമിലേക്ക് പോയി. അപ്പൊ നീലകണ്ഠന്റെ റൂമിൽ പോയപ്പോൾ ബോക്സ് ഒക്കെ അൺലോക്ക് ആയി കിടക്കാണ്. അതെന്ത് ചെയ്തു, അവിടെ തുറന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, അതിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുത്തി നിറച്ചിട്ടേ അതെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇറ്റ് ജംബ്ലിംഗ് ഓൾ ദ ഐറ്റംസ് ആൻഡ് ഷീ ബിഗൻ ടു ടേക്ക് എവറിത്തിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് അറേഞ്ച് ഇറ്റ് ഇൻ ഓർഡർ. സോ ദ ലോസ്റ്റ് ഇങ്ക് സ്റ്റാൻഡ് resurfaced at the bottom. സോ അവളെ വിചാരിച്ചു അതൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയിൽ മടക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്ന് എടുത്തതിന് ശേഷം ഏറ്റവും ബോട്ടായിട്ട് ആ ഒരു പെട്ടിയിലെ ഏറ്റവും അടിയിൽ ആ ഒരു ഇങ്ക് സ്റ്റാൻഡ് കിരൺ കാണാണ്. Behind her, Nilakanda was stood and watched her discover the missing ink stand. He had intended to throw it into the river as a revenge. So he managed to slip out of the room without Kiran noticing. And Kiran stuffed all items back into the box. Okay. അപ്പൊ ഈ കിരൺ ഇത് കാണുന്നതൊക്കെ നീലകണ്ഠ ബാക്കിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി അവൻ അത് കളവ് നടത്തിയതല്ല, അവൻ ഒരു റിവെഞ്ച്, ഒരു പ്രതികാരം ചെയ്യാം എന്നുള്ളത് പോലെ, എന്നിട്ട് അത് എടുത്തിട്ട് പുഴയിൽ എറിയാം എന്നുള്ളത് പോലെ എടുത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന്റെ മുന്നേ അത് ആര് കണ്ടുപിടിച്ചു, നമ്മുടെ കിരൺ കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ കിരൺ കാണാതെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷെ കിരൺ എന്ത് ചെയ്തു, അതെല്ലാം തിരിച്ച് അതിൽ തന്നെ വെച്ചിട്ട് ആ ഒരു ബാഗ് നോട്ടും ഡ്രസ്സും ഒക്കെ വെച്ച് മടക്കി വെച്ച് അവള് പോയി. നമുക്ക് ഭയങ്കര വിഷമായി, ഹാർട്ട് ബ്രോക്കൺ ആയി, എന്നാലും അത് അതേപോലെ വെച്ച് പോയി. The boy was nowhere to be found. The next day, even the cops were unable to locate him. Sharath insisted on looking through his box to learn more about him. അങ്ങനെ പിറ്റേന്ന് ആ ചെക്കന എവിടെയും കാണാനില്ല, നീലകണ്ഠനെ പോലീസൊക്കെ വന്നു, എവിടെയും തപ്പിട്ട് കാണാനില്ല. അങ്ങനെ സതീഷും ശരത്തും പറഞ്ഞു അവന്റെ റൂമിൽ പോയിട്ട് എന്ത് ചെയ്യാം, അവന്റെ ബോക്സ് നോക്കാന്ന്. പക്ഷെ കിരൺ അതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ കിരൺ ആരും കാണാതെ അവന്റെ ബോക്സ് എടുത്തിട്ട് എവിടേക്ക് എറിഞ്ഞു, റിവറിലേക്ക് തന്നെ എറിഞ്ഞു. So she dumped the missing items into the river and the family returned to their own home. And Nilakanda starved mongrel prowled around the river bank
വിത്ത് ഹാർട്ട് ബ്രേക്കിംഗ് വൈൻസ്. ഓക്കെ, അപ്പൊ ആ ഒരു കുടുംബം അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. നീലകണ്ഠയുടെ ആ ഒരു പട്ടി ഉണ്ടല്ലോ, അവൻ കമ്പനി ആയിരുന്ന അവന്റെ ഫ്രണ്ട് ആയിരുന്ന ആ ഒരു ഡോഗ് മാത്രം അവനെ അന്വേഷിച്ച് ഇങ്ങനെ വൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിലവിളി കരച്ചിലിനെയാണ് കേട്ടോ പറയുന്നത്. സോ ആ ഒരു കരച്ചിലോട് കൂടി അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിലെ എല്ലാ മേജർ ഇവന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, സ്റ്റോറി ഇഷ്ടമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും മിസ്സിന് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് താഴെ കുറച്ച് യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്യുക. ആൻഡ് ഇതിന്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആ ഒരു നോട്ട്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാം കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ലവ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാംസ്. ബൈ, സീ യു.